എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ വന്നതാണ്. അപ്പം തൃശ്ശൂർ വന്ന സ്ഥിതിക്ക് നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. അപ്പോൾ അതൊന്ന് കാണാൻ പോയ സമയത്ത് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ക്ലിപ്സ് അധികം എടുക്കാൻ പാടില്ല, അലൗഡ് അല്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിർത്തി. അപ്പോൾ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതൊരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് ഒരു പോയപ്പം എടുത്ത കുറച്ച് ക്ലിപ്പുകളാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരിക. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഇങ്ങനെ 4 നടകളാണ് വടക്കുംനാഥ ക്ഷേത്രത്തിന് ഉള്ളത്. ഇതിൽ പൂരം നടക്കുന്നത് കിഴക്കേ നടയിലാണ്. ആ നടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് കുടമാറ്റവും മറ്റും നിങ്ങൾ കാണാറുള്ള എല്ലാ പരിപാടികളും നടക്കാറുള്ളത്. സ്വതവേ ഇവിടെ ഭയങ്കര ആളുകളാണ് ഉണ്ടാവാറുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇന്ന് നമ്മൾ വന്ന ദിവസം അധികം ആളുകളൊന്നുമില്ല, വിജനമായി കിടക്കുകയാണ്. ഇങ്ങനെ വിജനമായി കിടക്കുന്നത് കാണാനും ഒരു പ്രത്യേകതരം ഭംഗിയാണല്ലേ. ഒരു പൂരത്തിൻ്റെ സമയം ആയാൽ ഇവിടെ നിറച്ചും ആളുകളായിരിക്കും, കാല് കുത്താൻ പോലും സ്ഥലമുണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ വിജനമാണ്. ഇവിടെ ആനകളും ആൾക്കാരും എന്തൊരു ഭംഗിയായിരിക്കുമല്ലേ. ഒരിക്കലെങ്കിലും പൂരത്തിന് ഇവിടെ വരണം എന്നൊരാഗ്രഹം. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ 4 നടകളും കാണിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, എന്നാലും ശ്രമിക്കാം. വേണ്ട. ഭക്തർക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു നടയാണ് ഇത്. ഇവിടെ കുറേ ആളുകളെ നിങ്ങൾക്ക് കാണാം. പലതരത്തിലുള്ള ലോട്ടറി വിൽക്കുന്നവരെയും പക്ഷിശാസ്ത്രക്കാരെയും മറ്റും കാണാം. ഇതാണ് പ്രധാന നട. ഉള്ളിലേക്ക് പാൻറ് ധരിച്ച് കയറാൻ പറ്റുമോ എന്നറിയില്ല, അത് ചോദിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു കല്യാണ പരിപാടിയാണെന്ന് തോന്നുന്നു, കുറച്ചാളുകൾ കാണുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ്, ചെറിയൊരു കല്യാണ പരിപാടിയാണ്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, അധികം ആളുകളൊന്നുമില്ല. സുന്ദരനായ ഒരു വരനും സുന്ദരിയായ ഒരു വധുവും പിന്നെ 2 ക്യാമറാമാരും പിന്നെ കുറച്ച് ആളുകളും മാത്രമേ ഇവിടെ ഉള്ളൂ. ഏതായാലും ക്ഷണിക്കാതെ വന്ന ഒരു കല്യാണമല്ലേ, കൂടിയ കളയാം എന്ന് വിചാരിച്ചു. വെറുതെ ഒരു കല്യാണം കൂടൽ, സദ്യയൊന്നുമില്ലാതെ. ഏതായാലും ചാനലിലൂടെ എല്ലാവരും അറിയട്ടെ ഇവരുടെ ഒരു വിവാഹം നടന്ന കാര്യം. അവരൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാനും ഒരു ക്യാമറ എടുത്തു. അവർ വിചാരിക്കുന്നുണ്ടാവും, ഇതാരടാ ഏൽപ്പിക്കാത്ത ഒരാൾ വന്ന് വീഡിയോ എടുക്കുന്നത് എന്ന്. ഏതായാലും നല്ല രസമുണ്ട്. അധികം ആൾക്കാരില്ലാതെ അവരുടെ കൂട്ടുകാർ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. പെണ്ണിൻ്റെ അങ്ങാറ്റം അച്ഛനോ അമ്മയോ ആരോ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അവർ മാറി നിൽക്കുകയാണ്. ബാക്കിയൊക്കെ കൂട്ടുകാരാണ്. ക്യാമറ എടുത്തു ചോദിച്ചപ്പോൾ പാൻറ് ധരിച്ച് അകത്ത് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തൊക്കെ കയറി. തിരിച്ചു വന്നപ്പോഴും ഇവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ വീഡിയോ ആണ് എടുക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ ക്ഷണിക്കപ്പെടാത്തൊരു കല്യാണത്തിന് കൂടി. അതിനുശേഷം നേരെ അവർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് തിരിച്ച് യാത്രയായി. വീണ്ടും മറ്റൊരു പൂരത്തിന് ഇവിടെ വരാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ. ഇവിടെ നിൽക്കാൻ എന്തു രസമാണല്ലേ. പുറത്തുനിന്ന് ഒരു വീഡിയോ കൂടി എടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്നറിയില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. എന്നെ അതിലേറെ ആകർഷിച്ച ഒരു കാര്യമാണിത്. കാരണം റോഡ് മുറിച്ച് കടക്കാൻ ഒരു പ്രയാസവുമില്ല. ഇതിലൂടെ നടന്നാൽ നേരെ അപ്പുറത്തെത്തും. വണ്ടി ഇടിച്ചു എന്ന പരാതിയില്ല. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരു സാധനം വേണമായിരുന്നു. ഇവിടെ നിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഒരിക്കൽ വന്നാൽ ഇതുപോലെ തന്നെയായിരിക്കും അവസ്ഥ. ഇവിടെ തന്നെ അങ്ങ് നിൽക്കും. Wow.
ഇനി നമ്മൾ താമസിച്ച റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ബുദ്ധ ടൂറിസ്റ്റ് ഹോമിലാണ് നമ്മൾ താമസിച്ചത്. 3-ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അത് വരുംവഴി കാണാം. സ്റ്റെയർ കയറുകയാണിപ്പോൾ. നല്ല മനോഹരമായ അന്തരീക്ഷം അല്ലേ, പൂച്ചെടികളൊക്കെയായി. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.